യമൻ തലസ്ഥാനമായ സനയിൽ വീണ്ടും US UK ആക്രമണം. വ്യോമസേനാ താവളങ്ങളും തീരനഗരമായ ഹുദൈദയുമാണ് ആക്രമിച്ചത്. തിരിച്ചടിക്കുമെന്ന ഹൂത്തികൾ ആവർത്തിച്ചു. US പതാക വഹിക്കുന്ന കപ്പലുകളുടെ ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സ്വാലി വിവരങ്ങൾ നൽകും. സ്വാലി, നിലവിൽ സംഘർഷഭരിതമാണോ പശ്ചിമേഷ്യയിലെ സാഹചര്യം? ഒപ്പം കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണോ അമേരിക്ക? രേഷ്മ, സംഘർഷഭരിതമാണ് ഇന്ന് രാവിലെ തന്നെ പശ്ചിമേഷ്യയിൽ തുടർച്ചയായ രണ്ടാം ദിനവും US-ഉം UK-യും ആക്രമിച്ചിരിക്കുകയാണ്. യമന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ മരണപ്പെട്ടതായോ ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. തുടർ മണിക്കൂറുകളിൽ ഇത്തരം റിപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. യമന്റെ തലസ്ഥാനമായ സൻആയിലാണ് ആക്രമണമുണ്ടായത്. ഹുദൈദ എന്ന തീരനഗരവും വ്യോമസേനാ താവളവുമാണ് US ആക്രമിച്ചിരിക്കുന്നത്. ഒരു റിപ്പോർട്ട് പ്രകാരം US-ന്റെ മാത്രം വിമാനങ്ങളാണ് ഇന്ന് ആക്രമണം നടത്തിയത്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം US-UK വിമാനങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്നുമാണ് മനസ്സിലാകുന്നത്. ഇതിൽ വരും മണിക്കൂറുകളിലാണ് ഇതിൻ്റെ തീർച്ചപ്പെടുത്തി നമുക്ക് പറയാനാവുക. US-ന്റെ യുദ്ധ കപ്പലിൽ നിന്നാണ് ഈ വിമാനം പുറപ്പെട്ടത് എന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, പെൻറ്റഗൺ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നത് തങ്ങൾ ആക്രമിച്ചു എന്നും 30ഓളം ഇടങ്ങളാണ് ലക്ഷ്യം വെച്ചത് എന്നും പെൻറ്റഗൺ സ്ഥിരീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഇവർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. പക്ഷേ യമനിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ യമനിലെ റഡാറുകൾ, അതായത് വ്യോമസേന നിരീക്ഷണ റഡാറുകൾ കേന്ദ്രീകരിച്ചാണ് US ഇന്ന് ആക്രമണം നടത്തിയത് എന്ന് യമനിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം US ചെങ്കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് യമനിലെ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് ഹൂത്തികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭീഷണി അവർ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ചെങ്കടലിലെ കപ്പലുകളോട് ജാഗ്രത പാലിക്കണമെന്നും ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും US-ന്റെ പതാക വഹിക്കുന്ന കപ്പലുകളോട് പ്രത്യേകമായി US നിർദ്ദേശം നൽകുന്നത്. അതേസമയം ഗസയിൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഈ നിമിഷവും ഗസയിൽ വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളും ഈ ആശുപത്രികൾക്ക് മുൻഭാഗവും ലക്ഷ്യമിട്ടാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 150-ലേറെ 200ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആകെ മരണം 23,300 പിന്നിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. 7,000 പേർ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ നിമിഷം പക്ഷേ നമ്മുടെ ലോകരാജ്യങ്ങളിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ 2 ദിവസത്തെ വാദം വംശഹത്യാ ഹർജിയിൽ സമാപിച്ചിട്ടുണ്ട്. ഈ ഹർജിയിൽ പൊടുന്നനെയുള്ള വിധി നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ദക്ഷിണാഫ്രിക്കയടക്കം രാജ്യങ്ങൾ ഒരു താത്കാലികമായ വിധി വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കോടതിയുടെ നടപടി എന്താകും, ഒരു താത്കാലികമായ വിധി ഉണ്ടാകുമോ എന്നുകൂടി ഉറ്റുനോക്കുകയാണ് ലോകം. രേഷ്മ, ശരി. സ്വാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.